അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം 2022 നടന്ന പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. 2024ലെയും 2023ലെയും നടന്ന 2024ലും 2023ലും നടന്ന പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. ശരി ഉത്തരത്തിന്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഒരു ചോദ്യവും 3 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ശരിയായ ഉത്തരത്തിന്റെ നേരെയുള്ള ബോക്സിലാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. 1. പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ്. ഓപ്ഷൻസ് നോക്കൂ. 7, 10, 5. ശരിയുത്തരം 7. 2. ഔലിയായിലൂടെ പ്രകടമാകുന്ന അത്ഭുതമാണ്. ഓപ്ഷൻസ് നോക്കൂ. കറാമത്ത്, മുഅ്ജിസത്ത്, നദാമത്ത്. ശരിയുത്തരം കറാമത്ത്. 3. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം. ഓപ്ഷൻസ് ഉള്ളറ, വരാന്ത, പൊതുമുറി. ശരിയുത്തരം ഉള്ളറ. 4. പരിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണെന്നും കറാമത്തുകൾ ഇല്ലെന്നും വാദിച്ചവർ. ഓപ്ഷൻസ് ഷിയാക്കൾ, ഖവാരിജുകൾ, മുഅ്തസില. ശരിയുത്തരം മുഅ്തസില. 5. മിനൽ അദവാത്തിൽ മൻസിലിയ, അതായത് വീട്ടുപകരണങ്ങളിൽ പെട്ടത്. ഓപ്ഷൻസ് നോക്കൂ. തുഫാഹ്, തമാത്തീം, അത്ബാഖ്. തുഫാഹ് പറഞ്ഞ ആപ്പിൾ, തമാത്തീം തക്കാളി, അത്ബാഖ് പറഞ്ഞ എന്താണ്? പാത്രങ്ങള്. അപ്പൊ ശരി ഉത്തരം ഏതാണ്? അത്ബാഖ്. 6. ഞങ്ങൾക്ക് നീ മാപ്പു തരേണമേ. ഓപ്ഷൻസ് ഇഗ്ഫിർ ലനാ, ഇഗ്ഫു അന്നാ, ഇർഹംന. ശരി ഉത്തരം ഇഗ്ഫു അന്നാ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. ചേരുംപടി ചേർക്കുക. 1. മരണത്തെ ഓർമ്മിപ്പിക്കുന്നു. 2. വിശ്രമം എന്നാണ് അർത്ഥം. 3. അത് നഷ്ടപ്പെടൽ കിയാമത്ത് നാളിന്റെ അടയാളമാണ്. 4. എല്ലാ സൽക്കർമ്മങ്ങളെയും നശിപ്പിക്കും. 5. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന കൃതി. ഇപ്പുറത്ത് നോക്കൂ. എ ഇസ്തിറാഹ, ബി റിദ്ദത്ത്, സി മുസ്നദ്, ഡി അമാനത്ത്, ഇ ഖബർ സിയാറത്ത്. ഓരോന്നിനും ശരിയായ ഓപ്ഷന്റെ ലെറ്ററാണ് നമ്മൾ ആ ബോക്സിൽ എഴുതേണ്ടത്. 1. മരണത്തെ ഓർമ്മിപ്പിക്കുന്നു. അതിന് ശരിയായത് ഇ ഖബർ സിയാറത്ത്. 2. വിശ്രമം എന്നാണ് അർത്ഥം. അതിന് ശരിയായത് എ ഇസ്തിറാഹ. 3. അത് നഷ്ടപ്പെടൽ കിയാമത്ത് നാളിന്റെ അടയാളമാണ്. അതിന് ശരിയായത് ഡി അമാനത്ത്. 4. എല്ലാ സൽക്കർമ്മങ്ങളെയും നശിപ്പിക്കും. അതിന് ശരിയായത് ബി റിദ്ദത്ത്. 5. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന കൃതി. അതിന് ശരിയായത് സി മുസ്നദ്, EADBC. ക്വസ്റ്റ്യൻ പേപ്പറിലെ മൂന്നാമത്തെ പ്രവർത്തനം. വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. വെള്ളം, ഡേഷ്, തീ എന്നിവയിൽ ജനങ്ങൾക്ക് പൊതു അവകാശമുണ്ട്. അവിടെ പൂരിപ്പിക്കേണ്ടത് പുല്ല്. വെള്ളം, പുല്ല്, തീ എന്നിവയിൽ ജനങ്ങൾക്ക് പൊതു അവകാശമുണ്ട്. 2. ഫലസ്തീനിലെ ഡേഷിലാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ചത്. അവിടെ പൂരിപ്പിക്കേണ്ടത് ഗസ. ഫലസ്തീനിലെ ഗസയിലാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ചത്. 3. നിസ്കാരം, നോമ്പ് പോലെയുള്ള ഇബാദത്തുകൾ കൊണ്ട് ഡേഷ് പൊറുക്കപ്പെടും. അവിടെ പൂരിപ്പിക്കേണ്ടത് ചെറുദോഷങ്ങൾ. നിസ്കാരം, നോമ്പ് പോലെയുള്ള ഇബാദത്തുകൾ കൊണ്ട് ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. 4. 4ൽ ഒരു മദ്ഹബിന്റെ ഇമാമിനെ ഡേഷ് എല്ലാവർക്കും നിർബന്ധമാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് പിൻപറ്റൽ. 4ൽ ഒരു മദ്ഹബിന്റെ ഇമാമിനെ പിൻപറ്റൽ എല്ലാവർക്കും നിർബന്ധമാണ്. 5. കാല ജുറൈജ് ലാ അഈദുഹ മിൻ ഡേഷ് കമാ കാനത്ത്. അവിടെ പൂരിപ്പിക്കേണ്ടത് ത്വീനിൻ. കാല ജുറൈജ് ലാ അഈദുഹ മിൻ ത്വീനിൻ കമാ കാനത്ത്. 6. ഹൽ നദ്ഹബു ഇലൽ ബൈത്തി ബഅദ ദാലിക് ലാ ഡേഷ് ഇലൽ ബൈത്ത്. അവിടെ പൂരിപ്പിക്കേണ്ടത് ലൻ നദ്ഹബ. ഹൽ നദ്ഹബു ഇലൽ ബൈത്തി ബഅദ ദാലിക് ലാ ലൻ നദ്ഹബ ഇലൽ ബൈത്ത്. അടുത്ത പ്രവർത്തനം നോക്കൂ. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 1.
മലബാറിലെ മക്ക എന്ന പേരിൽ അറിയപ്പെട്ട സ്ഥലമേത്? ഉത്തരം പൊന്നാനി. 2. മഹ്ശറിൽ ഷഫാഅത്ത് ചെയ്യുന്ന ഒരു വിഭാഗത്തിന്റെ പേരെഴുതുക. ഉത്തരം ഔലിയാക്കൾ. 3. 10 ലക്ഷത്തിലധികം ഹദീസ് മനഃപ്പാഠമാക്കിയ ഒരു ഇമാം. ഉത്തരം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. 4. ദൂർത്തടിക്കുന്നവർ സഹോദരന്മാരാണ്. ആരുടെ? ഉത്തരം പിശാചുക്കളുടെ. 5. വിശ്രമം എന്ന പദം അറബിയിൽ എങ്ങനെ പറയും? ഉത്തരം ഇസ്തിറാഹ. 6. ജവാദ് എന്ന വാക്കിനർത്ഥം എന്ത്? ഉത്തരം ധർമ്മിഷ്ഠൻ. ക്വസ്റ്റ്യൻ പേപ്പറിലെ 5ാമത്തെ പ്രവർത്തനം. ഒറ്റ വാചകത്തിൽ ഉത്തരമെഴുതുക. 1. സന്തോഷത്തോടെ മരിക്കാൻ സാധിക്കും. ആർക്ക്? ഉത്തരം വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക്. 2. 3 ദിവസം പട്ടിണി കിടന്ന ശേഷം ലഭിച്ച ഭക്ഷണം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചില്ല. കാരണമെന്ത്? ഉത്തരം അദ്ദേഹത്തിന് ഭക്ഷണം നൽകിയ പണ്ഡിതൻ ഭരണകൂടത്തിൽ നിന്ന് സമ്മാനം സ്വീകരിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഇമാം ആ ഭക്ഷണം സ്വീകരിച്ചില്ല. 3ാമത്തെ ചോദ്യം. ജലക്ഷാമം നേരിടുമ്പോൾ നാം എന്തു ചെയ്യണം? ഉത്തരം ശുദ്ധീകരണം പോലെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച് മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും കുടിവെള്ളം ലഭ്യമാക്കണം. 4ാമത്തെ ചോദ്യം. ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങളിൽ 2 എഴുതുക. ഉത്തരം ഇമാം മഹ്ദി വരിക, ദജ്ജാൽ പ്രത്യക്ഷപ്പെടുക. 5ാമത്തെ ചോദ്യം. അറിവ് തേടി പുറപ്പെടുന്നവർക്ക് ലഭിക്കുന്ന നേട്ടമെന്ത്? ഉത്തരം അറിവ് തേടി പുറപ്പെട്ടവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. 6. 5 കിലോ അരി അറബിയിൽ എഴുതുക. ഉത്തരം 5 കിലോ ഗറാമാത്തി മിനൽ അറുസ്. 7. മാദാ സഅല ജുറൈജുനിൽ ഗുലാം. അതായത് ജുറൈജ് റളിയല്ലാഹു അൻഹു കുട്ടിയോട് എന്താണ് ചോദിച്ചത്? ഉത്തരം യാ ഗുലാമു മൻ അബൂക. ക്വസ്റ്റ്യൻ പേപ്പറിലെ 6ാമത്തെ പ്രവർത്തനം. കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 1. മരണത്തെ ഓർക്കൽ. അതിനെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതണം. അതിന്റെ ഉത്തരം നോക്കൂ. മരണം എല്ലാവർക്കും അനിവാര്യമാണ്. മരണത്തെ ഭയപ്പെടുകയല്ല, ഓർക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ഓർക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കുക. നമ്മുടെ മരണസമയം എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എപ്പോഴും മരണത്തെ പ്രതീക്ഷിക്കണം. സന്തോഷത്തോടെ മരിക്കാൻ കഴിയുന്നവരാണ് ഭാഗ്യവാന്മാർ. വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്കാണ് ഇതിന് ഭാഗ്യം ലഭിക്കുക. മരണത്തെ ഓർക്കൽ സുന്നത്താണ്. അത് ജീവിതത്തെ നന്നാക്കുകയും തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും നന്മ ചെയ്യാൻ ഉത്സാഹമുണ്ടാക്കുകയും ചെയ്യും. അദ്കിയായിൽ പറയുന്നത് ഇങ്ങനെയാണ്: മരണത്തെ ഓർക്കാതെയുള്ള അമലുകൾക്ക് പ്രതിഫലം ഉണ്ടാവുകയില്ല. മരണത്തെ ഓർത്തുകൊണ്ടുള്ള അമലുകൾ പിക്കാസ് കൊണ്ട് വെട്ടുന്നത് പോലെയാണ്. ഉദാഹരണമായി, മരണത്തെ ഓർക്കുന്നത് നിസ്കാരത്തിൽ ഖുശൂ വർദ്ധിപ്പിക്കും, അസൂയയും അഹങ്കാരവും ഇല്ലാതാക്കും, ദുനിയാവിനോടുള്ള അമിതമായ ആഗ്രഹം നീക്കും, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനും സഹായിക്കും. രോഗികളെ സന്ദർശിക്കലും ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കലും ഖബർ സിയാറത്തും മരണത്തെ ഓർക്കുന്നതിന് സഹായിക്കും. അപ്പൊ ഇത്രയാണ് നിങ്ങൾ അതിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. കുറിപ്പെഴുതുക. അതിലെ 2ാമത്തത് നോക്കൂ, തൗബ ചെയ്യൽ. അതിന്റെ ഉത്തരം നോക്കൂ. അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചത് അവന് ആരാധന ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാഹു തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കൽ മനുഷ്യന്റെ കടമയാണ്. അവന്റെ വിധിവിലക്കുകൾ ലംഘിക്കുന്നത് കുറ്റകരമാണ്. പിശാചിന്റെ പ്രേരണ കാരണം മനുഷ്യനിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കാം. അല്ലാഹു കാരുണ്യവാനാണ്. തെറ്റു ചെയ്ത അടിമയ്ക്ക് അവൻ പൊറുത്തു കൊടുക്കും. നിസ്കാരം, നോമ്പ് പോലെയുള്ള ഇബാദത്തുകൾ കൊണ്ട് ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലാ ജുമുഅത്തി കഫാറത്തു ബൈനഹുന്ന. 5 വഖ്ത് നിസ്കാരങ്ങളും ജുമുഅയും
അവയ്ക്കിടയിലെ പാപങ്ങൾ പൊറുപ്പിക്കും. പാപങ്ങൾ പൊറുക്കുന്നതിന് തൗബ ആവശ്യമാണ്. നിബന്ധനകൾ പാലിച്ച് തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. അപ്പൊ എത്രയാണ് നിങ്ങൾ അതിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്? നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അള്ളാഹ് അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.